ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധ വെള്ളി നൊയമ്പിന്റെ 46-ാം ദിവസം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 32-ാം വാക്യം. മത്തായി 27:32. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അവർ പോകുമ്പോൾ ഷീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ കുറച്ചു മാത്രം പരാമർശിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് കുറേനക്കാരനായ ഷീമോൻ. യേശുവിന്റെ കാൽവറിയിലേക്കുള്ള ക്രൂശീകരണ യാത്രയിൽ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമാകുന്ന ഒരു കഥാപാത്രം. തുടർച്ചയായി നീണ്ട ന്യായവിസ്താരത്താലും കൊടിയ പീഡനങ്ങളാലും തളർന്ന യേശുവിനെയും കൊണ്ട് കാൽവറിയിലേക്ക് പോകുന്ന റോമൻ സൈന്യം. തുടർച്ചയായി വഴിയരികിൽ ക്രൂശുമായി തളർന്നു വീഴുന്ന യേശുവിനെ ക്രൂശ് ചുമപ്പാൻ സഹായിപ്പാനായിട്ടാണ് റോമൻ സൈന്യം ബലാത്കാരമായി കുറേനക്കാരനായ ഷീമോനെ നിയോഗിക്കുന്നത്. ഷീമോൻ ആരായിരുന്നു? നോർത്ത് ആഫ്രിക്കയിലെ ലിബിയ പ്രദേശത്തിന്റെ തലസ്ഥാനമായിരുന്നു കുറേന. ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശം. ധാന്യങ്ങളും ഈന്തപ്പഴം, ആട്ടുരോമം എന്നിവ സുലഭമായി ലഭിച്ചിരുന്ന ദേശം. അനേകം യഹൂദന്മാർ കുടിയേറിപ്പാർത്തതായ ദേശം. ലോകമെമ്പാടും കുടിയേറിപ്പാർത്ത യഹൂദന്മാരിൽ ഒരു വിഭാഗമാണ് കുറേനയിൽ പാർത്തത്. അവരിൽ ഒരുവനായിരുന്നു ഷീമോൻ. പ്രവാസിയായ കുടിയേറ്റക്കാരനായി ഇതര ദേശത്ത് ആണ് എങ്കിലും വിശുദ്ധ നഗരമായ യെരുശലേം എന്ന വികാരം ഓരോ യഹൂദനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെസഹ പെരുന്നാളിൽ സംബന്ധിപ്പാൻ അനേകം മൈൽ ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്ന് തന്റെ ആഗ്രഹ സാഫല്യത്തിനായി നേരത്തെ തന്നെ യെരുശലേമിൽ എത്തിയതാണ് ഷീമോൻ. ആദ്യമായിട്ടല്ല ഷീമോൻ യെരുശലേമിൽ എത്തുന്നത്. പല ആവർത്തി വന്നിരിക്കണം. എന്നാൽ ഈ വർഷം പതിവിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ജനങ്ങൾക്ക് നന്മ ചെയ്ത് സഞ്ചരിച്ച യേശുവിനെ യഹൂദന്മാരും റോമൻ സൈന്യവും ക്രൂശിപ്പാൻ തയ്യാറാവുന്നു. വയലിൽ പോയ ശേഷം തിരിച്ചു വരുന്ന വഴിക്കാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സംഭവം ഷീമോൻ കാണുന്നത്. റോമൻ പടയാളികൾക്ക് അംഗീകരിക്കപ്പെട്ട ഒരു നിയമം ഉണ്ടായിരുന്നു. ഒരു പടയാളിയുടെ യാത്രാവേളയിൽ കണ്ടുമുട്ടുന്ന ഏതൊരാളെയും കൊണ്ട് അയാളുടെ ചുമട് ഒരു നാഴിക ദൂരം വരെ നിർബന്ധിച്ച് ചുമപ്പാൻ അവകാശമുണ്ടായിരുന്നു. ഈ നിയമത്തെക്കുറിച്ച് യേശു തന്നെ തന്റെ ഗിരിപ്രഭാഷണത്തിൽ പരോക്ഷമായി സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. മത്തായി 5:41. ഒരുവൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോക. അതുകൊണ്ട് തന്നെ റോമാ സൈന്യം വഴിയിൽ വെച്ചു കണ്ടുമുട്ടിയ ഷീമോനെ യേശുവിന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കുന്നു. ഇഷ്ടമല്ലാഞ്ഞിട്ടും നിർബന്ധത്തിന് വഴങ്ങി കർത്താവിനോടൊപ്പം ആ ക്രൂശ് അവൻ ചുമന്നു. തലയോടിടം എന്ന കൊലക്കളത്തിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്തിട്ട് അവൻ തിരിച്ചു പോരാതെ അവിടെ തന്നെ നിന്നു എന്നതിനും സംശയമില്ല. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമത്തിൽ പെസഹ ആചരിപ്പാൻ അവൻ അശുദ്ധനായി മാറുകയും ചെയ്തു. എന്നാൽ കർത്താവിന്റെ ക്രൂശ് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ട ഒന്നായി മാറി എന്നതിന് സംശയമില്ല. വളരെ ചെറിയൊരു ചരിത്രമാണ് ഷീമോനെ കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ആഴമേറിയ ദർശനങ്ങളെ നമുക്ക് ഷീമോന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, ഷീമോൻ അപ്രതീക്ഷിതമായ ക്രൂശിനെ ചുമലോട് ചേർത്തവൻ ആയിരുന്നു. അപ്രതീക്ഷിതമായ ക്രൂശിനെ ചുമലോട് ചേർത്തവൻ. ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും യെരുശലേമിൽ എത്തി പെസഹ പെരുന്നാളിൽ പങ്കെടുത്ത് പെസഹ ഭക്ഷിക്കണം എന്നുള്ളത്. കടൽ വഴിയായും കരവഴിയായും ഏകദേശം 1500 മൈൽ യാത്ര ചെയ്താണ് കുറേനക്കാരനായ ഷീമോൻ യെരുശലേമിൽ എത്തിയത് എന്ന് വേദപുസ്തക ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. ഒരു കുറ്റവാളിയുടെ കുലമരം ചുമക്കുന്ന പക്ഷം തന്റെ ചിരകാല സ്വപ്നമായിരുന്ന പെസഹ ഭക്ഷണം സാധിക്കാതെ വരുമെന്നുള്ള കാര്യം യേശുവിന്റെ ക്രൂശ് ചുമക്കുന്നതിൽ നിന്ന് ഷീമോനെ പിന്തിരിപ്പിക്കുവാൻ മതിയായ കാരണമായിരുന്നു. പക്ഷേ പടയാളിയുടെ നിർബന്ധം ഒരു കാരണവശാലും അവഗണിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. നിർബന്ധം ഹേതുവാൽ മനസ്സില്ലാ മനസ്സോടെ ഷീമോൻ ക്രൂശ് ചുമന്നു. നിർബന്ധം മൂലമാണ് യേശുവിന്റെ ക്രൂശ് ഷീമോൻ ചുമന്നത് എങ്കിലും അത് അവന്റെയും കുടുംബത്തിനും അവനും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. മത്തായി 10:24 ഇപ്രകാരം പറയുന്നു: ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന്
പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പലപ്പോഴും യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായത് ഒരു പ്രസംഗത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഒരാളുടെ നിർബന്ധത്തിൽ കൂടെയോ ആവാം. അതുമല്ലെങ്കിൽ നമ്മുടെ മേൽ സ്വാധീനമുള്ള ആരുടെയെങ്കിലും പ്രേരണ മൂലമാവാം. എന്നാൽ അത് നമ്മെ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീർക്കുമെന്ന് നാം ഓർക്കണം. ശീമോനും അപ്രകാരം തന്നെ അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്രതീക്ഷിതമായ ക്രൂശിനെ ചുമലോട് ചേർത്ത് ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതിയിൽ ഓഹരിക്കാരനായി മാറി. നമുക്കറിയാം, യേശുവിനെ പീലാത്തോസ് ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിപ്പാൻ വിധിച്ചു. പടയാളികൾക്ക് അതൊരു ആഘോഷമായിരുന്നു. അവർ യേശുവിനെ ആവോളം ദ്രോഹിച്ചു. യേശുവിന്റെ ചുമലിലേക്ക് അവർ ക്രൂശ് വയ്ക്കുന്നു. എന്നാൽ ആ ക്രൂശിനെ ചുമക്കുവാൻ കഴിയാതെ പലയിടങ്ങളിലും നമ്മുടെ കർത്താവ് വീണുപോകുന്നു. അവൻ സ്നേഹിച്ചവരാരും അവനെ സ്നേഹിച്ചില്ല. അവൻ തൊട്ടവരാരും അവനെ തൊടുവാനും വരുന്നില്ല. അനേകരെ അവൻ സഹായിച്ചു, അവരാരും യേശുവിനെ സഹായിക്കുന്നില്ല. പടയാളികൾ നിർബന്ധിച്ചിട്ടാണ് എങ്കിൽ കൂടി ഒരു ശീമോൻ മാത്രമാണ് യേശുവിന്റെ ക്രൂശ് വഹിപ്പാൻ തയ്യാറാവുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് എങ്കിൽ കൂടി യേശുവിന്റെ ക്രൂശിനെ അവൻ ചുമലോട് ചേർത്തു. അത് അവന്റെ രക്ഷയ്ക്കും കാരണമായി തീർന്നു. നാം എല്ലാവരും പാടാറുണ്ട്, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. എന്നാൽ അത് ആത്മാർത്ഥമായി പാടുവാൻ നമുക്ക് കഴിയുമോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രൂശ് വഹിക്കുവാൻ തയ്യാറായ ചുമലുകളെ കർത്താവ് തിരയുകയാണ്. അതിന് നാം തയ്യാറാവുമോ? രണ്ടാമതായി, ശീമോൻ അവസാന നിമിഷങ്ങളിൽ നീണ്ട സഹായകരം ആയിരുന്നു. അവസാന നിമിഷങ്ങളിൽ നീണ്ട സഹായകരം. യേശുവിന്റെ അവസാന നിമിഷങ്ങളാണിത്. മരിക്കുവാൻ പോകുന്ന ഒരു മനുഷ്യൻ താൻ ചെയ്തു കൊടുക്കുന്ന ഈ ഉപകാരത്തിന് പകരം ഈ മനുഷ്യനിൽ നിന്ന് തനിക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല. തനിക്ക് വേണ്ടി യേശു നേരിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല. എന്നിട്ടും ഈ മനുഷ്യനെ സഹായിപ്പാൻ ശീമോന്റെ കരം നീണ്ടു ചെല്ലുന്നു. അവസാന നിമിഷത്തിലെ സ്നേഹകരം. യേശുവിന്റെ കാൽവറിയിലേക്കുള്ള പ്രയാണത്തിൽ അനേകർ യേശുവിനെ അനുഗമിച്ചിരുന്നു. എന്തിനാണ് അവർ യേശുവിനെ അനുഗമിച്ചത്? ക്രൂരമായ മരണവിധി കാണുവാൻ, ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന കുറ്റവാളിയെ കാണുവാൻ. പക്ഷേ അവരാരും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനുള്ള സഹതാഹൃദയം കാട്ടുന്നില്ല. ഇവിടെ ശീമോൻ വ്യത്യസ്തനാവുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ കർത്താവിന്റെ അവസാന നിമിഷങ്ങളിൽ ഈ സ്നേഹകരം നീണ്ടു ചെല്ലുന്നു. പ്രിയരെ, ഇവിടെ ക്രൂശിനെ പിന്തുടരുന്നവർ അനേകരായിരുന്നു. പക്ഷേ അവരാരും ആ ക്രൂശിനെ മാറോട് ചേർക്കുന്നില്ല. നമ്മളും ഇതുപോലെയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ കർത്താവിന്റെ ക്രൂശിനെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കുമോ? യേശുവിന്റെ ക്രൂശ് ചുമന്നത് ശീമോന് അനുഗ്രഹത്തിന് കാരണമായി. മറ്റുള്ളവരുടെ നിർബന്ധം മൂലം ദൈവഭാഗത്ത് വന്നവരായിരിക്കാം. എങ്ങനെയാലും യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. എരിഹോ പട്ടണത്തിൽ ചുങ്കം പിരിക്കുന്ന ഉദ്യോഗസ്ഥനായ സക്കായിക്ക് യേശുവിനെ ഒന്ന് കാണണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവന്റെ രക്ഷയ്ക്ക് തന്നെ കാരണമായി തീരുന്നു. നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് നേരെ അൻപിന്റെ കരം നീട്ടുവാൻ നമുക്ക് കഴിയുമോ? മത്തായി 25:40 ഇപ്രകാരം പറയുന്നു, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു. പ്രിയരെ, ശീമോൻ കർത്താവിന്റെ അവസാന നിമിഷത്തിൽ ഒരു സഹായകരം ആയി തീർന്നതുപോലെ നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് സഹായകരമാകുവാൻ നമുക്ക് സാധിക്കുമോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി, ശീമോൻ ഗോൽഗോത്തായ്ക്കും അപ്പുറം ക്രൂശ് എടുത്തവൻ ആയിരുന്നു. ഗോൽഗോത്തായ്ക്കും അപ്പുറം ക്രൂശ് എടുത്തവൻ. ക്രൂശുമായി ശീമോൻ യേശുവിനോടൊപ്പം കാൽവറിയിലേക്ക് പോകുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. തോളോട് തോൾ ചേർന്ന് ഇരുവരും ഗോൽഗോത്തായിലേക്ക് നടന്നു നീങ്ങുന്നു. ആ യാത്രയിൽ യേശു അനുഭവിച്ച വേദന ശീമോൻ അനുഭവിച്ചറിയുന്നു. ക്രൂശുമൊത്ത് മല കയറുമ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ശീമോൻ ഇപ്രകാരം ചിന്തിച്ചിട്ടുണ്ടാവാം, യേശുവേ, ഞാൻ നിന്റെ ക്രൂശാണ് വഹിക്കുന്നത്. ജീസസ്, ഐ ആം ക്യാരിങ് ക്രോസ് ഓഫ് യു. എന്നാൽ ആ ക്രൂശുമായി ഗോൽഗോത്തായുടെ നെറുകയിൽ എത്തിയപ്പോൾ ശീമോൻ ആ സത്യം തിരിച്ചറിയുന്നു. ജീസസ്, യു ആർ ക്യാരിങ് ക്രോസ് ഓഫ് മൈൻ. യേശുവേ, നീ വഹിക്കുന്ന ക്രൂശ് എന്റേത് തന്നെയാണ്. തന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശ് ചുമന്നത്. ലോകത്തിന്റെ പാപത്തിന്റെ ഭീകരതയാണ് ശീമോൻ ആ ക്രൂശിൽ ദർശിക്കുന്നത്. കഴിമരമെന്ന കുരിശ് അവൻ കാൽവറിയുടെ നെറുകയിൽ ഇറക്കി. എന്നാൽ നസ്രായൻ അവന്റെ ഹൃദയത്തിൽ ഉയർത്തിയ രക്ഷയുടെ കുരിശും കൊണ്ടാണ് ശീമോൻ കാൽവറി ഇറങ്ങുന്നത്. പ്രിയരെ, എല്ലാ വർഷവും യേശുവിന്റെ ക്രൂശുമരണം നമ്മൾ ആചരിക്കുന്നവരാണ്. എന്നാൽ
അതിലൂടെ ഒരു പുതുക്കത്തിന്റെ അനുഭവം പ്രാപിപ്പാൻ നമുക്ക് കഴിയുമോ? ശീമോൻ ഗോൽഗോത്തായോളം കുരിശെടുത്തവനല്ല, ഗോൽഗോത്തായിൽ കുരിശ് ഇറക്കിയവനുമല്ല, മറിച്ച് ഗോൽഗോത്തായ്ക്കും അപ്പുറം ക്രൂശ് എടുത്തവനാണ്. ക്രിസ്തുവിനെ ഹൃദയത്തിലേറ്റി ക്രിസ്ത്യാനിയായി തന്നെയാണ് അവൻ ഗോൽഗോത്ത മല ഇറങ്ങുന്നത്. നമ്മുടെ പാപത്തിന്റെ ഭീകരത ക്രൂശിൽ കാണാൻ നമുക്ക് കഴിയുമോ? ആ ക്രൂശിന്റെ അനുഭവത്തെ ഹൃദയത്തോട് ചേർക്കുവാൻ നമുക്ക് സാധിക്കുമോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രൂശ് ചുമന്ന ശീമോൻ രക്ഷയുടെ മാർഗത്തിലേക്കാണ് വരുന്നത്. അവന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു. മർക്കോസ് 15:21 ശീമോന്റെ മക്കളുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു: അലക്സാണ്ടറും റൂഫോസും. അവർ ആദിമസഭയിലെ പ്രസിദ്ധരായ വേലക്കാരായിരുന്നു. ക്രൂശ് ചുമന്ന പിതാവിന്റെ മക്കൾ യേശു കർത്താവിന്റെ വേലയ്ക്കായി സ്വയം സമർപ്പിക്കുന്നു. അവർ റോമാസഭയിലെ മാന്യ വ്യക്തികളായി അറിയപ്പെടുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം നമ്മൾ ആർക്കെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അതിന് ദൈവം നമുക്ക് പ്രതിഫലം തരും. കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാൻ, സമയം മാറ്റിവെക്കുവാൻ, അവന്റെ ക്രൂശ് വഹിക്കുന്നവരാകുവാൻ അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.